ജനൈക്യത്തിന്റെ കരുത്തിൽ കേരളം മുന്നോട്ട്. കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയായാലും അത് അംഗീകരിക്കുക എന്നുള്ളത് ഏതൊരു മാധ്യമ പ്രവർത്തകന്റെയും ഏതൊരു കോൺഗ്രസ് പ്രവർത്തകന്റെയും സാധാരണ മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ്. കേന്ദ്രത്തിലെ ഹൈക്കമാൻഡിൽ നിന്നും വരുന്ന തീരുമാനം KC വേണുഗോപാലിന് അനുകൂലമാണെങ്കിൽ അതിനോടൊപ്പം നിൽക്കാൻ തന്നെയാണ് നമ്മൾ തയ്യാറാകേണ്ടത്. ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങൾ ഉണ്ടാവാം. ഇവിടെ സീനിയോറിറ്റി കൊണ്ട് രമേശ് ചെന്നിത്തലയും പ്രാഗൽഭ്യം കൊണ്ട് VD സതീശനും സംഘടനാ ശേഷി കൊണ്ട് KC വേണുഗോപാലും നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ വിസ്മരിക്കാനാവാത്ത ചില സത്യങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല. ഇവിടെ മുതിർന്നവർക്ക് വേണ്ടി തന്നെ താനാക്കിയതിനു മുന്നിൽ നിന്നും പ്രവർത്തിച്ചവർക്ക് വേണ്ടി അല്പസ്വല്പം ത്യാഗങ്ങൾ ചെയ്യാൻ ചിലർ തയ്യാറാകേണ്ടതുണ്ട് എന്ന സത്യം നമുക്കിവിടെ പറയാതെ കഴിയില്ല. കോൺഗ്രസിലെ അന്നത്തെ അധികായന്മാരായിരുന്ന AK ആന്റണി, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയവരുടെ കടുത്ത എതിർപ്പുകളെ മറികടന്നാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. ഈ നീക്കത്തിന് പിന്നിൽ KC വേണുഗോപാൽ എന്ന രാഷ്ട്രീയ ഗുരു ഉണ്ടായിരുന്നു. പുതുതലമുറയെ കൈപിടിച്ചുയർത്താൻ അദ്ദേഹം കാണിച്ച ആർജവം കേരളത്തിലെ കോൺഗ്രസിനെ അടിമുടി പുതുക്കിപ്പണിയാൻ സഹായിച്ചു. VD സതീശൻ എന്ന നേതാവിന് രാഷ്ട്രീയമായ വെള്ളവും വളവും നൽകി വളർത്തിയത് KCയുടെ അകമഴിഞ്ഞ പിന്തുണ തന്നെയാണ്. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് തിരക്കുകൾക്കിടയിലും കേരളത്തിലെ ഓരോ മണ്ഡലത്തിലും ദേശീയ നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ KC വേണുഗോപാൽ നടത്തിയ ഇടപെടലുകൾ എടുത്തു പറയേണ്ടതാണ്. ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് മാത്രം എടുക്കാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ലഭിച്ച 102 സീറ്റുകൾ KCയുടെ സംഘടനാ പാടവത്തിനുള്ള അംഗീകാരം കൂടിയാണ്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ ഉമ്മൻചാണ്ടിയെ പോലൊരു മുതിർന്ന നേതാവിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച VD അനുകൂലികളുടെ നടപടി തികച്ചും അപലപനീയമാണ്. കേരളം പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കാത്ത ഇത്തരം പ്രവണതകൾ KC വേണുഗോപാലിനോടുള്ള വ്യക്തിപരമായ എതിർപ്പിന്റെ പേരിൽ നടന്നതാണെന്നത് ദൗർഭാഗ്യകരമാണ്. ഗ്രൂപ്പിനപ്പുറം പാർട്ടി എന്ന നിലപാടിൽ KC ഉറച്ചു നിന്നപ്പോൾ ഉണ്ടായ അസ്വസ്ഥതകളാണിതെന്ന് വ്യക്തം. ഇവിടെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളെ അനുസരിക്കാൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും തയ്യാറാകേണ്ടതുണ്ട്. അത് പാർട്ടിയുടെ അച്ചടക്കമുള്ള പ്രവർത്തകരുടെ കടമയാണ്. രാഹുൽ ഗാന്ധിയോട് അടുത്തു നിൽക്കുന്ന AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളുടെയും ചുമതലയുള്ള KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് മുഖ്യമന്ത്രിയായി നിർദ്ദേശിച്ചത് തീർച്ചയായും അദ്ദേഹത്തിന്റെ സുഹൃത്തായ രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നതിൽ സംശയമില്ല. കോൺഗ്രസ് കേരളം ഭരിക്കണം, നന്നായി തന്നെ ഭരിക്കണം, അഴിമതി ഇല്ലാതെ ഭരിക്കണം, ധാർഷ്ട്യം ഇല്ലാതെ ചിരിക്കണം. മറ്റൊരു വാർത്തയുമായി വീണ്ടും ഞങ്ങൾ കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.